Next topic, multiplication of a vector by a scalar. ഒരു വെക്ടറിനെ ഒരു സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. Let A be a given vector, lambda be a scalar, then the product of the vector by a scalar lambda denoted by എന്താണ് lambda A is called multiplication of vector A by a scalar. Lambda is also a vector collinear to the vector, അതായത് പാരലൽ ആയിരിക്കും. Lambda A has a direction same or opposite that of A according to the value. അതായത് lambda positive ആണ് നെഗറ്റീവ്, lambda positive ആണ് സെയിം ഡയറക്ഷനിൽ വരും. Magnitude of lambda is lambda times magnitude of vector. അതായത് lambda times vector A. അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് വായിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് lambda times vector A, lambda times magnitude of vector A. ഇത് വെക്ടർ എ ആണെങ്കിൽ ഹാഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിൽ ഹാഫ് മാഗ്നിറ്റ്യൂഡ്. 2 ടൈംസ് വെക്ടർ എ സെയിം ഡയറക്ഷനിൽ ഡബിൾ മാഗ്നിറ്റ്യൂഡ്. മൈനസ് ഹാഫ് വെക്ടർ എ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാഫ് മാഗ്നിറ്റ്യൂഡ്. -2 എ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡബിൾ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, when lambda -1, lambda A എന്ന് പറയുന്നത് എത്ര വരും? -A, which is a vector having magnitude equal to magnitude of A and direction opposite to that of the direction of A. അതാണ് -A. Vector -A is called എന്താണ്? നെഗറ്റീവ് ഓർ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് വെക്ടർ A. വെക്ടർ A പ്ലസ് -Aക്ക് വരെ നമുക്ക് എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. ഇനി ലാംഡ 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് A ആണെന്ന് വിചാരിക്കുക. അതായത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 1 വെക്ടർ A, അതായത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പഠിച്ചിരിക്കുന്നതാണ്. റൂട്ട് ഓഫ് A² + B² + C². മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² + y² + z² എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. വെക്ടർ എ നോട്ട് ഈക്വൽ ടു 0, A ഈസ് നോട്ട് എ നൾ വെക്ടർ. അതായത് നോട്ട് എ നൾ വെക്ടർ, കാരണം നൾ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/0 വരുകയില്ല. സോ ലാംഡ ടൈംസ് വെക്ടർ എ മീൻസ് ലാംഡ ടൈംസ് വെക്ടർ എ വിച്ച് ഈസ് ഈക്വൽ ടു, അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? ലാംഡയുടെ വാല്യൂ 1/A ഉള്ളപ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പം ലാംഡ എന്ന് പറഞ്ഞാൽ 1/A വരും. 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ, അതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, സോ ലാംഡ എ റെപ്രസെന്റ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. നമ്മൾ എ ക്യാപ്പ് എന്ന് പറയും. 1/λA ടൈംസ് എ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എ ക്യാപ്പ്. എനി സ്കെയിലാർ k ടൈംസ് 0 എന്ന് പറയുന്നത് തന്നെയായിരിക്കും 0 തന്നെയായിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കെയിലാർ മൾട്ടിപ്പിൾ. കമ്പോണൻസ് ഓഫ് എ വെക്ടർ. ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ 1 0 0, ബി എന്ന് പറഞ്ഞാൽ 0 1 0, സി എന്ന് പറഞ്ഞാൽ 0 0 1. ഒന്നെല്ലാം ശ്രദ്ധിച്ചു വേണം. x ആക്സിസിൽ 1 യൂണിറ്റ്, y ആക്സിസിൽ 1 യൂണിറ്റ്, z ആക്സിസിൽ 1 യൂണിറ്റ്. On the x and y axis and z axis, absolute value of y എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, absolute value of OB 1 ആയിരിക്കും, absolute value of OC 1 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒരു പോയിന്റ് P ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ് x, y, z ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് OP, ഓയിൽ നിന്ന് Pയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? x² + y² + z² ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് OAയുടെ വാല്യൂ 1 വന്നു, OBയുടെ വാല്യൂ 1 വന്നു, OCയുടെ വാല്യൂ 1 വന്നു. The vector OA, OB, OC each having magnitude 1 are called unit vector along OX, OY, OZ. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഈ വെക്ടറുകളുടെ പ്രത്യേകത OA x ആക്സിസിൽ, OB y ആക്സിസിൽ, OC z ആക്സിസിൽ. അതിനെ നമ്മൾ I ക്യാപ്പ് എന്ന് വിളിക്കും, x ആക്സിലുള്ള യൂണിറ്റ് വെക്ടറിനെ. J ക്യാപ്പ് എന്ന് വിളിക്കും, y ആക്സിലുള്ള യൂണിറ്റ് വെക്ടറിനെ K ക്യാപ്പ് എന്ന് വിളിക്കും, ഈ ഒരു ഡയറക്ഷനുള്ളത്. ഓക്കെ, I ക്യാപ്പ്, J ക്യാപ്പ് ആൻഡ് K ക്യാപ്പ് റെസ്പെക്റ്റീവ്ലി എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. കൺസിഡർ ദ പൊസിഷൻ വെക്ടർ OP ഓഫ് എ പോയിന്റ് x, y, z. പോയിന്റ് P x, y, z എന്നുള്ള കൺസിഡർ ചെയ്യുക. P1 be the foot of the perpendicular from P on the plane x or y. ശ്രദ്ധിക്കുക, x OA y എന്നുള്ള പ്ലെയിൻ ഇതാണ്. ഓക്കെ, XOY എന്നുള്ള പ്ലെയിൻ ശ്രദ്ധിക്കുക, ഇതാണ് XOY എന്നുള്ള പ്ലെയിൻ. ഓക്കെ, ഈ കാണുന്നതാണ് XOY എന്ന് പറയുന്ന പ്ലെയിൻ. എന്താണ് ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ടൊരു താഴോട്ട് ലൈൻ വരയ്ക്കുക.
ഓക്കെ, അത് 90 ഡിഗ്രി പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഈ ഒരു പ്ലെയിനിലേക്ക് അത് 90 ഡിഗ്രി മേക്ക് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടൊരു പ്ലെയിൻ വരയ്ക്കാം, പക്ഷേ 90 ഡിഗ്രി ആയിരിക്കില്ല, ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ അല്ല. P1 be the foot of the perpendicular from P on the x and y. See, P1 is parallel to z axis. I, J, K are the unit vector along the x and y z axis. Definition of the coordinate P. നമുക്ക് എന്ത് എഴുതാം? P1P എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? P1 ൽ നിന്ന് P ലോട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? Z ടൈംസ് കെ ക്യാപ് എന്ന് പറയും. അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് എത്രയാണോ ശ്രദ്ധിക്കുക, ഇത് ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് OR, അത് രണ്ടും എന്തായിരിക്കും? പാരലായിരിക്കും. ഇസഡ് ടൈം കെ ക്യാപ് എന്ന് പറയും. അതുപോലെ തന്നെ ഇനി നമ്മൾ വീണ്ടും എന്ത് വരയ്ക്കുക? ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഡിഗ്രി, അതായത് വൈ ആക്സിന് പാരലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരയ്ക്കുക, അത് എക്സ് ആക്സിന് പാരലായിട്ട്. അപ്പം നമുക്കതിൽ നിന്ന് എന്ത് പറയാം? ഓക്കെ, ഇനി ഇതിൻ്റെ കമ്പോണൻറ്റ് നമ്മുടെ എക്സ് കോമ വൈ കോമ ഇസഡിൻ്റെ എന്തായിരിക്കും കമ്പോണൻറ്റ്? കാരണം ഈ യെല്ലോ ഡിസ്റ്റൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഇസഡ് കോർഡിനേറ്റ്. ഇനി ഈ കാണുന്നതായിരിക്കും വൈ കോർഡിനേറ്റ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ആ സെയിം പോയിന്റിൻ്റെ. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എത്രയാണ്? എക്സ് കോമ വൈ കോമ 0 എന്നുള്ളതാണ്. കാരണം P1 ഇസഡ് ആക്സിസ് ഡിസ്റ്റൻസ് ഇല്ല, എക്സ് കോമ വൈ കോമ 0 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് QP1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ശ്രദ്ധിക്കുക, QP1 എന്ന് പറയുന്നത് QP1 എന്ന് പറയുന്നത് ഏതായിരിക്കും? OS എന്ന് പറയുന്നത് ഏതായിരിക്കും? YJ ആയിരിക്കും. സിമിലർലി നെക്സ്റ്റ് വൺ OQ എന്ന് പറയുന്നത് എന്തായിരിക്കും? OQ എന്ന് പറയുന്നത് XI ക്യാപ് എന്ന് വിളിക്കും. കാരണം അതെന്തുകൊണ്ടാണ്? OQ എന്ന് പറയുന്നത് എന്തായിരിക്കും? XI ക്യാപ്. XI ക്യാപ്, ഇത് YJ ക്യാപ്, Z ക്യാപ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഒരു പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് വെക്ടറുകളുടെ സമ്മായിട്ട് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് 3, 4, 12 ഉണ്ടെങ്കിൽ OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര വരും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 13 വരും. അതായത് ഇത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് OP എന്ന് പറയുന്ന വെക്ടർ എത്രയായിരിക്കും? 3i 4j ക്യാപ് 12k ക്യാപ് എന്ന് പറയും. എന്നുള്ളൊരു വെക്ടറിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എക്സ് ആക്സിസിൽ 3 ടൈംസ് ഐ ആക്സിസ് ഐയിൽ ഇക്വലന്റ് ആയിട്ടുള്ള വെക്ടർ മൂവ് ചെയ്യണം. ഇവിടെ വൈ ആക്സിസിൽ 4 ടൈംസും ഇസഡ് ആക്സിസിൽ 12 ടൈംസും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടും. ഈ പ്രോബ്ലത്തിലെ ഐ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? 100 എന്നുള്ള യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ 2i ക്യാപ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2i ക്യാപ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,0,0 എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ജെ ക്യാപ് എന്നുള്ള 0,1,0 എന്നുള്ളതാണ്. വൈ ആക്സിന്റെ ലോങ്ങാണ്. കെ ക്യാപ് 0,0,1 ഇസഡ് ആക്സിസിന് പാരലായിട്ടുള്ള വെക്ടറാണ്. അതിന്റെ കമ്പോണന്റ് ആയിട്ടാണ് നമ്മളൊരു ഗിവൺ വെക്ടറിനെ പറയുന്നത്. വെക്ടർ OP1 എന്ന് പറയുന്നത് ഏതാണ്? വെക്ടർ OP1. ഓക്കെ, വെക്ടർ OP1 വരെ നമുക്ക് എന്ത് എഴുതാം? OQ പ്ലസ് QP1 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? വെക്ടർ OP1 പകരം നമുക്ക് എന്തെന്ന് എഴുതാം? വെക്ടർ OQ. വെക്ടർ OQ എന്ന് പറയുന്നത് ഇതാണ്. വെക്ടർ OQ പ്ലസ് QP1 എന്ന് പറയുന്നത് എഴുതാം. അതാണ് QP1. എൻ്റെ രണ്ടിനെയും കൂടെ റിസൾട്ടൻ്റാണ് OP1. ഏതാണ് OP1? ഈ ഗ്രീനിൽ കാണുന്നത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മിഡിലുള്ള ക്യൂവും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് OP1 കിട്ടും. അതിന് പകരം XI പ്ലസ് YJ എന്ന് വിളിക്കാം. അടുത്ത വെക്ടർ OPക്ക് വരെ നമുക്ക് എന്തെന്ന് എഴുതാം? വെക്ടർ OPക്ക് പകരം
OP1 പ്ലസ് P1P. P1P എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും P1P. സോ P1P പ്ലസ് OP1. OP1 അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? P1ഉം P1ഉം കൂടെ കട്ട് ചെയ്യും, OP ആയിട്ട് മാറും. ഓക്കെ, ആദ്യത്തിന് XI പ്ലസ് 5J ഉണ്ട്, ഇനി എന്തും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വരും, ZKയും കൂടെ ആഡ് ചെയ്ത് വരും. നമുക്കെന്ത് പറയാം? ഹെൻസ് എ പൊസിഷൻ വെക്ടർ P വിത്ത് റെഫറൻസ് ടു O എന്ന് പറയുന്നത് എന്തായിരിക്കും? XI പ്ലസ് 5J പ്ലസ് ZK. ദിസ് ഫോം ഓഫ് എനി വെക്ടർ ഈസ് കോൾഡ് കമ്പോണന്റ് ഫോം. X, Y, Z are called the scalar component of R. Xi, Yj, Zk are called vector component of R along the respective axis. അതിൽ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ കമ്പോണന്റ് എന്ന് വിളിക്കും. XI ഓഫ് വെക്ടർ ആർ, XI, YJ, ZK അത് അതിൻ്റെ കോർഡിനേറ്റ് ആണ്. വെക്ടർ കമ്പോണന്റ് ഓഫ് ആർ അലോങ് റെസ്പെക്റ്റീവ് ആക്സിസ്. സംടൈം എക്സ് വൈ സെഡ് ആർ ഓൾസോ ടേംഡ് ആസ് റെക്ടാങ്കുലർ കമ്പോണൻസ്. അതിൻ്റെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൻ്റെ എക്സ് വൈ സെഡ് എന്നുള്ള റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൻ്റെ പാർട്ടാണ് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. The length of any vector R Xi plus Yj plus Zk is readily determined by applying the Pythagorean theorem twice. കാരണം എന്തുകൊണ്ടാണ്? റൈറ്റ് ട്രയാങ്കിൾ OQP1 ഏതായിരിക്കും? OQP1. OP1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ OP1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഇത് എത്രയായിരിക്കും? ഈ കാണുന്നത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അടുത്ത എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ OP1P എന്തിലായിരിക്കും? OP1P റൈറ്റ് ട്രയാങ്കിൾ ആണ്. OP എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ OP എന്ന് പറയുന്നത് OP1 സ്ക്വയർ പ്ലസ് P1P സ്ക്വയർ. അതുകൊണ്ടാണ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഇവിടെ വരും. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ വരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് കോർഡിനേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന്. അടുത്ത ഹെൻസ് ലെങ്ത് ഓഫ് എനി വെക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? Xi പ്ലസ് വൈ ജെ പ്ലസ് ZK എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Xi പ്ലസ് വൈ ജെ പ്ലസ് ZK എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. A and B are any two vectors given in the component form A1i plus A2j plus A3k, B1i plus B2j plus B3k. അങ്ങനെ 3 കമ്പോണന്റ് കാണും. അങ്ങനെയാണ് A and B are അങ്ങനെ തന്നിട്ടുണ്ട്. സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എക്സ് കമ്പോണന്റ് ആഡ് ചെയ്യുക. നോക്കുക, അതായത് ഈ A1iയും B1iയും കൂടെ ആഡ് ചെയ്ത A1 പ്ലസ് B1 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ എന്താണ്? A2jയും B2jയും കൂടെ ആഡ് ചെയ്താൽ A2 പ്ലസ് B2j കിട്ടും. A3kയും B3kയും കൂടെ ആഡ് ചെയ്താൽ A3 പ്ലസ് B3k കിട്ടും. അതുപോലെ തന്നെ സെയിം ഐഡിയ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുക. ഡിഫറൻസ് A1 മൈനസ് B1, A2 മൈനസ് B2, A3 മൈനസ് B3. ശ്രദ്ധിക്കുക, സം ചെയ്യണം, കറസ്പോണ്ടിങ് ഐയുടെ കമ്പോണന്റ് ആഡ് ചെയ്യുക. ഡിഫറൻസ് ആണ് കറസ്പോണ്ടിങ് ഐയുടെ കമ്പോണന്റ് ആഡ് ചെയ്യുക. അടുത്ത എന്തായിരിക്കും? ടു വെക്ടേഴ്സ് ആർ ഈക്വൽ. A1 B1 ആയിരിക്കണം, A2 B2 ആയിരിക്കണം, A3 B3 ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ വെക്ടർ ബൈ സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണന്റിനെയും എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും ഇസഡ് കോർഡിനേറ്റിനെയും ലാംഡ വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. The addition of vectors and the multiplication of vector by scalar together give the following distributive law. A and B, two vectors K and M, any scalar 1, 2. അതുപോലെ KA plus MA എന്ന് പറയുന്നത് എന്തായിരിക്കും? K എമ്മിനെയും കൂടെ അടുപ്പിച്ച് എഴുതുക. K plus M ടൈംസ് വെക്ടർ A. K ടൈംസ് MA എന്ന് പറഞ്ഞാൽ KM ടൈംസ് A എന്ന് എഴുതുക. K ടൈംസ് A plus B, KA plus KB എന്ന് എഴുതുക. ഓക്കെ, one may observe that whatever the value of lambda, the vector lambda is always collinear to the vector A. എന്ന് വെച്ചാൽ ഒരേ ലൈനിലായിരിക്കും, പാരലായിരിക്കും. ടു വെക്ടർ A and B are collinear if and only if there exists a non-zero such that B is equal to lambda A. അതായത് രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. വെക്ടർ B എന്ന് പറയുന്നത് എന്തായിരിക്കും? I plus 2j plus 3k. വെക്ടർ B 2i plus 4j plus 6k. ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? വെക്ടർ ബിക്ക് വരും 2 ടൈംസ് വെക്ടർ എ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? അത് രണ്ടും എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. ഓക്കെ,
വെക്ടർ എ എന്ന് പറയുന്നത് എന്തായിരിക്കും A1i പ്ലസ് A2j പ്ലസ് A3k. വെക്ടർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും B1i പ്ലസ് B2j പ്ലസ് B3k. the two vectors are called in here if and only if എന്തായിരിക്കും ഇനിയൊരു വെക്ടർ തന്നിട്ടുണ്ട് ലാംഡ ടൈംസ് ആദ്യത്തെ വെക്ടർ ആയിരിക്കണം. ലാംഡ ടൈംസ് A1 ലാംഡ ടൈംസ് A2 ലാംഡ ടൈംസ് A3 എന്ന് പറഞ്ഞാൽ B1 എന്ന് പറഞ്ഞാൽ ലാംഡ A1, അതായത് രണ്ട് വെക്ടർ ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് പോയിന്റ്സ് ഈക്വൽ ആയിരിക്കണം. B1 ലാംഡ A1, B2 ലാംഡ A2, B3 എന്തായിരിക്കും ലാംഡ A3 എന്നുള്ള രീതിയിലായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം, ഈ കാണുന്ന റിലേഷനിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് B1 ബൈ A1 എന്ന് പറയുന്ന ലാംഡ ആയിരിക്കും, B2 ബൈ A2 ലാംഡ ആയിരിക്കും, B3 ബൈ A3 എന്തായിരിക്കും ലാംഡ ആയിരിക്കും. ഈ വെക്ടർ എ is given, then A1 A2 A3 are called direction ratio. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ കോമ്പണന്റിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയും. ഇൻ കേസ് if it is given that LMN are direction cosine, അതിനെ നമ്മൾ Li Mj Nk എന്ന് പറയും. cos alpha I, cos beta j, cos gamma k എന്ന് പറയും. ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാണ്. is the unit vector in the direction of that vector. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് L സ്ക്വയർ പ്ലസ് M സ്ക്വയർ പ്ലസ് N സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് എന്തായിരിക്കും യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ആൽഫ ബീറ്റ ആർ കോൾഡ് ആംഗിൾ വിച്ച് ദ വെക്ടർ മേക്സ് വിത്ത് ദ അതിനെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കും. ഓക്കെ, L ഈക്വൽ ടു കോസ് ആൽഫ നമ്മൾ നേരത്തെ പഠിച്ചാണ്, M ഈക്വൽ ടു കോസ് ബീറ്റ, N ഈക്വൽ ടു കോസ് ഗാമ, ഡയറക്ഷൻ കൊസൈൻ. കൊസൈൻസ് എന്ന് പറയും. ഓക്കെ, ഇത്ര എക്സ്പ്ലനേഷൻ ഓക്കേനെ കൺഫേം ചെയ്യുക. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. ഓക്കേനെ കൺഫേം ചെയ്യുക. ഒന്നുകൂടെ ഓക്കേനെ കൺഫേം ചെയ്യുക. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്താണ്